എല്ലാവർക്കും എൻ്റെ ഒരു ഹായ്. അപ്പോൾ ഞാൻ നാട്ടിൽ പോവാണ്. അപ്പോൾ ഇനി കുറച്ച് നാളത്തേക്ക് UAE വീഡിയോസ് ഉണ്ടാവില്ല. ഇനി കുറച്ച് നാളത്തേക്ക് ഒരു 1-2 മാസത്തേക്ക് നമുക്ക് മറ്റു രാജ്യങ്ങളിലെ വീഡിയോസും കണ്ടുവരാം. അപ്പോൾ ഞാൻ ഇന്ന് ശരിക്കും പോകുന്നത് നേരെ നാട്ടിലേക്കല്ല. എല്ലാ പ്രാവശ്യവും പോകുന്നത് പോലെ തന്നെ ഞാനൊരു രാജ്യം കറങ്ങിയിട്ടാണ് ഞാൻ ഇന്നും പോകുന്നത്. ഇപ്രാവശ്യം നമ്മൾ പോകുന്നത് തായ്ലൻഡിലേക്കാണ്. അപ്പോൾ സാധാരണ എല്ലാവരും പോകുന്നത് ബാങ്കോക്ക് പട്ടായാണ്. അപ്പോൾ നമ്മൾ ബാങ്കോക്കിലേക്കല്ല പോകുന്നത്, നമ്മൾ ഫുക്കറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഫുക്കറ്റിലേക്ക് നമ്മൾ ദുബായിൽ നിന്ന് ഡയറക്റ്റ് ഫുക്കറ്റിലേക്ക് പോവുകയാണ്. ഡയറക്റ്റ് അല്ല, മീൻസ് ബാംഗ്ലൂർ ഇറങ്ങിയിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് വന്നപ്പോൾ ഇത്തിരി ഡിലേയും കാര്യങ്ങളായി. അതുകൊണ്ട് എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ല, ചെക്ക് ചെയ്യാനോ കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ല. പിന്നെ ഈ തായ്ലാൻഡ് ട്രിപ്പിൻ്റെ കുറേ ഇൻഫർമേഷൻസും കുറേ ടിപ്സുകളും കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട്. അതൊക്കെ ഇപ്പോഴേ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന എക്സ്പീരിയൻസും ഇതൊക്കെയായിട്ട് വ്യത്യാസം വരും. അപ്പോൾ അതൊക്കെ ഞാൻ അവിടെ നിന്ന് പറഞ്ഞുതരാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഞാനിപ്പോൾ ദുബായിൽ നിന്ന് ചെക്ക് ഇൻ ചെയ്തു. ഇത്തിരി ഒട്ട് എന്താ പറയുക, ഭക്ഷണമൊക്കെ മർഹബയിൽ പോയി കഴിച്ചു, ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു സമയം 10:55 ഫ്ലൈറ്റ്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് ഫ്ലൈറ്റ് കയറി നേരെ ബാംഗ്ലൂർ ഒരു ഏകദേശം ഒരു 4:15 പിന്നെ അവിടെ നിന്ന് വൈകിട്ട് ഒരു 7:45 ഫ്ലൈറ്റ്. ഒരു 3 മണിക്കൂർ ബാംഗ്ലൂരിലുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കഥകൾ നമുക്ക് ബാംഗ്ലൂർ പറയാം. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന ഒരു 5-10 എപ്പിസോഡ് തായ്ലാൻഡിനെ കുറിച്ചായിരിക്കും. അധികം എക്സ്പ്ലോർ ചെയ്യാത്ത തായ്ലാൻഡിലെ, അതായത് നമ്മൾ തിക്കും തിരക്കൊക്കെ ഒഴിച്ച് നമ്മൾ നല്ല ബ്യൂട്ടിഫുൾ പ്ലേസായ ക്രാബി, ഫുക്കറ്റ്, ഫിഫി ഐലൻഡ് ഇതൊക്കെയാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. ഈവനിങ് ലാസ്റ്റ് നമ്മൾ ബാങ്കോക്കിലും വരും. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ടിക്കറ്റ് എടുത്തത്, എങ്ങനെയാണ് എൻ്റെ ടിക്കറ്റിൻ്റെ റേറ്റ് വന്നത്, എങ്ങനെയാണ് ഞാൻ ബുക്ക് ചെയ്തത്, കാര്യങ്ങളെല്ലാം ഞാൻ വഴി പറഞ്ഞുതരാം. അപ്പോൾ ഒരു സെക്കൻഡ്. സോറി, നമ്മുടെ ഫ്ലൈറ്റിൻ്റെ അനൗൺസ്മെൻറ്റ് തന്നെ ആയിരുന്നു. ഫ്ലൈറ്റ് ബോർഡിങ് തുടങ്ങി, എല്ലാവരും കയറി തുടങ്ങി. ലാസ്റ്റ് കയറാം. ഇത്തിരി അവിടെ തിക്കും തിരക്കാണ്, പണിയൊന്നും മാറി തന്നിരിക്കുന്നത്. അവിടെ കുട്ടികളുടെ കുറച്ച് ബഹളമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നേരെ ബാംഗ്ലൂർ ഇൻഡിഗോയിലാണ് ഞാൻ പോകുന്നത്. ശരിക്കും ഇവിടുന്ന് തായ്ലാൻഡിലേക്ക് നമുക്ക് 7 മണിക്കൂർ ട്രാവലിങ്ങേ ഉള്ളൂ. പക്ഷേ അതൊക്കെ നല്ല ടിക്കറ്റ് റേറ്റ് വരും, ഒരു 1000 എബോവ് വരും നമുക്ക്. അപ്പോൾ എനിക്കിത് ഏകദേശം ഒരു 925 ആ റേഞ്ചിൽ വന്നിട്ടുള്ളൂ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറഞ്ഞുതരാം. നാട്ടിലെത്തുന്നത് വരെയുള്ള ഒരു ചാർജാണ് ഞാൻ പറഞ്ഞത്, 925. അപ്പോൾ ദിർഹംസ്. അപ്പോൾ ആ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്കിനി ബാംഗ്ലൂർ കാണാം. ഓക്കെ. ബാംഗ്ലൂർ എത്തിയിട്ട് ഇനി നമുക്ക് ഇൻ്റർനാഷണൽ ട്രാൻസ്ഫർ ആണെങ്കിലും നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ട് ആയതുകൊണ്ട് നമുക്ക് എമിഗ്രേഷൻ കഴിയണം. എമിഗ്രേഷൻ കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് കയറണം. അപ്പോൾ ഞാൻ എമിഗ്രേഷൻ കഴിഞ്ഞ് തിരിച്ച് കയറിയിട്ട് നല്ല വിശപ്പുണ്ട്. ഇപ്പോൾ ഏകദേശം ടൈം ഏകദേശം ഒരു 3:30. 3:30 ആയതുകൊണ്ട് നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഏകദേശം 5 മണിയായി. ഇനി ഇവിടുന്ന് 7:55 8 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ നമുക്കൊന്ന് ഭക്ഷണം കഴിച്ചിട്ട് എമിഗ്രേഷൻ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് എമിഗ്രേഷനും ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ അകത്ത് കയറി ഒരു ഹോട്ടൽ തപ്പി നോക്കട്ടെ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ബാംഗ്ലൂർ എയർപോർട്ടിൽ. പക്ഷേ ഞാൻ വിചാരിച്ചതിനെക്കാട്ടിയും ഒരു കുഞ്ഞ് എയർപോർട്ടാണ്. അത്രയ്ക്ക് ഞാൻ കുറച്ച് വലിയ ഡയറക്റ്റ് ഫ്ലൈറ്റ് ലണ്ടനിലേക്കൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെച്ചൊരു വലിയൊരു എയർപോർട്ടായിട്ടാണ് കരുതിയത്. കുഴപ്പമില്ല, വലുതാണ് എങ്കിലും ഉദ്ദേശിച്ചത്ര വലുതായിട്ടില്ല. കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇനി ഭക്ഷണം കഴിച്ചിട്ട് ബാക്കിയുള്ള പരിപാടി പോകാം. ഞാൻ ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഫുക്കറ്റ് ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാണ്. ഒരു 3 മണിക്കൂറുണ്ടായിരുന്നു ഇവിടെ. കുറച്ച് നേരമൊക്കെ ഉറങ്ങി വൈഫൈയിൽ നെറ്റൊക്കെ നോക്കി അത് കഴിഞ്ഞിട്ട് പോവാണ്. ഇനി ഫുക്കറ്റ് വെച്ച് കാണാം. ബാഗ് ദേ ഇവിടെ കിടക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ബാഗ്, എടുത്തിട്ട് പോവാം. അപ്പോൾ വെൽക്കം ടു ഫുക്കറ്റ്. അങ്ങനെ ഫുക്കറ്റ് എത്തി, ലഗേജ് എടുത്തു, ഇനി പുറത്തിറങ്ങട്ടെ. അങ്ങനെ ഒരു നീണ്ട ഒരു 2 മണിക്കൂർ ക്യൂവിന് ശേഷമാണ് എമിഗ്രേഷൻ കഴിഞ്ഞത്. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 3 മണിയായി. 3 മണി എന്ന് പറയുമ്പോൾ നല്ല സമയമായി. ഉറക്കത്തിൻ്റെ നല്ലൊരു ക്ഷീണമുണ്ട്. പ്രശ്നമായിരുന്നു. അപ്പോൾ ഞാൻ ഈ എയർപോർട്ടിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഒരു ചെറിയൊരു ഹോസ്റ്റൽ പോലത്തെ സ്ഥലത്താണ് ഇന്നത്തെ ഈ ഒരു 2 മണിക്കൂർ നേരം ഉറങ്ങാൻ വേണ്ടിയിട്ട്. കാലത്ത് നമുക്ക് ഇവിടുന്ന് ബസ് പിടിച്ചിട്ട് ഫുക്കറ്റ് ടൗണിലേക്ക് പോകാം. അപ്പോൾ ഇപ്പോൾ ഏതായാലും ഹോട്ടലിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. മാപ്പ് ഇട്ടിട്ടാണ് കേട്ടോ നടക്കുന്നത്. ജസ്റ്റ് ഓപ്പോസിറ്റാണ്. അപ്പോൾ നൈറ്റ് ടൈമാണ്. എന്തെങ്കിലും റോബറിയോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണ്. പക്ഷേ തൊട്ട് ഓപ്പോസിറ്റ് എയർപോർട്ടാണ്. അതുകൊണ്ട് കാണുമ്പോൾ ഒരു സേഫ്റ്റി ഫീൽ ചെയ്തു. അതുകൊണ്ട് ഞാൻ ഇറങ്ങി നടക്കുന്നത്.
അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ ഈ വൈകുന്നേരം ഞാനിപ്പോൾ ഇവിടെ നിന്നൊരു 700 ബാത്ത് അല്ലെങ്കിൽ 650 ബാത്ത് കൊടുത്ത് ഞാൻ ടാക്സി വിളിച്ച് പോയാലും 2 നൈറ്റിൻ്റെ അക്കോമഡേഷൻ ഞാൻ അവിടെ പേ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ നൈറ്റും അപ്പോൾ നമ്മൾ 2 മണിക്കൂർ ഉറങ്ങുന്നുണ്ടെങ്കിലും ഇന്നത്തെ നൈറ്റും പേ ചെയ്യണം, നാളത്തെ നൈറ്റും പേ ചെയ്യണം. അപ്പോൾ അതൊന്നും നഷ്ടം. നമുക്ക് രാവിലെ ഇവിടുന്ന് ബസ് ഉണ്ടാവും, ബസ്സിൽ കയറിപ്പോൾ നമ്മളെ എന്താ പറയുക ചീപ്പ് റേറ്റിനാണല്ലോ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫുള്ള് അതിനൊരു റോയൽ രീതിയിലല്ല 24 മണിക്കൂറും തുറന്നിരിക്കുന്ന ഒരു കട കണ്ടു. മീൻസ് ഒരു നോർമൽ ഷോപ്പ്. അപ്പോൾ ആ ഷോപ്പിൽ കയറി ഒരു കോഫിയും കുടിച്ച് ഒരു കുപ്പി വെള്ളവും മേടിച്ച് താമസിക്കുന്ന സ്ഥലത്ത് വലിയ സെറ്റപ്പ് സ്ഥലമൊന്നുമല്ല, ജസ്റ്റ് ഒരു 30 ദിർഹംസ് അത്രയേ ഉള്ളൂ അതിൻ്റെ റേറ്റ്. ആ ഒരു ഹോട്ടൽ റൂമിൻ്റെ ചെറിയൊരു ബെഡ് സ്പേസ് ആണ്. ജസ്റ്റ് ഒന്ന് ഉറങ്ങുക അത്ര മാത്രം. ടയർഡായിട്ടുണ്ട്. അറൗണ്ട് ഒരു ഏകദേശം 12 മണിക്കൂർ യാത്ര എല്ലാം കൂടി വെയിറ്റിംഗ് എല്ലാം കൂടിയിട്ട് ആകെ ടയർഡായി. അപ്പോൾ കോഫി ഉണ്ട്, കോഫി കുടിക്കട്ടെ, ഒരു വെള്ളവും മേടിക്കട്ടെ. അപ്പോൾ വെളുപ്പാങ്കാലത്ത് 3 മണിക്ക് ചായ കുടിക്കാം. നേരെ ഓപ്പോസിറ്റ് നമുക്ക് ബാക്കിൽ കാണാം എയർപോർട്ട്. ആ വെളിച്ചം കാണുന്നതാണ് എയർപോർട്ട്. നമ്മുടെ അക്കോമഡേഷൻ്റെ തൊട്ടപ്പുറത്ത് ചായ കുടിച്ചിട്ട് നമ്മൾ കാണാൻ നീങ്ങും. ഇതാണ് എൻ്റെ റൂം. ചെറിയൊരു ലോഡ്ജ് സെറ്റപ്പാണ്. ഇതാണ് നമ്മുടെ ബാഗ്. അപ്പോൾ ഒരു കുറച്ച് നേരത്തേക്ക് നാളെ ഒരു 7-8 മണി വരെ കിടന്നുറങ്ങാൻ വേണ്ടി മാത്രം. ഓക്കെ, നമുക്ക് അത്യാവശ്യം ഒരു എന്താ പറയുക ഒരു ഇതുണ്ട്. റൂം റിവ്യൂക്കൊന്നുള്ളതൊന്നുമില്ല, ഒരു ജസ്റ്റ് ഒരു ടി വിയിൽ AC ഉണ്ട്, അതാണ് ഒരു ആശ്വാസം. നല്ല ചൂടുണ്ട് ഇവിടെ, 30 ഡിഗ്രീസ് ആ റേഞ്ചിലാണ് ചൂട്. ബാക്കി കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ ഞാൻ നാളെ രാവിലെ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ നന്നായിട്ട് കിടന്ന് ഉറങ്ങട്ടെ, നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ ഒന്ന് ഉറങ്ങിയിട്ട് നാളെ രാവിലെ നമുക്ക് ഇവിടെ നിന്നൊരു ബസ് പിടിച്ചിട്ട് നമുക്ക് ഞാൻ അവനോട് ചോദിച്ചു ബസ് അവിടെ നിന്നായിട്ടാണ്. ഇപ്പോൾ ഡൊമസ്റ്റിക് ടെർമിനൽ നേരെ ഓപ്പോസിറ്റ് ഒന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബസ് കിട്ടും. നമുക്ക് നേരെ ഫുക്കറ്റ് ടൗണിൽ പോകാം. പിന്നെ ഇന്നത്തെ മൊത്തം കാഴ്ച മൊത്തം പോയിട്ടാണ്. അപ്പോൾ ഏതായാലും ഉറങ്ങട്ടെ. അപ്പോൾ ഗുഡ് മോർണിംഗ്. ഇന്നലെ നന്നായിട്ട് ഉറങ്ങിപ്പോയി. സത്യം പറഞ്ഞാൽ 7 മണിക്ക് ഇവിടുന്ന് ഇറങ്ങി പോകണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്താ പറയുക, ഉറങ്ങിപ്പോയി. ഇപ്പം 9 ഇനി വേഗം നമുക്കൊന്ന് പെട്ടെന്ന് ടൗണിലേക്ക് പോകാം. ബാക്കി സ്ഥലങ്ങൾ കാണാം. നമ്മൾ ഒരു ദിവസമേ ഫുക്കറ്റിലുള്ളൂ. നാളെ രാവിലെ നമുക്ക് ക്രാബിലേക്ക് പോകണം. അപ്പോൾ ഫിഫി ഐലൻഡ് കൂടിയാണ് ക്രാബിൽ പോകുന്നത്. അപ്പോൾ സമയമില്ല നാളെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കംപ്ലീറ്റ് ഫുക്കറ്റ് ടൗണാണ്, മീൻസ് ഫുക്കറ്റിലുള്ള സ്ഥലങ്ങളാണ് നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഞാൻ വിസയുടെയും കാര്യങ്ങൾ പറഞ്ഞുതരാണ്. അപ്പോൾ പേടിക്കാനൊന്നുമില്ല. ജസ്റ്റ് ഇന്ത്യൻ പാസ്പോർട്ടിന് ഓണറൈവൽ വിസ നമുക്ക് കിട്ടും. ഓണറൈവൽ വിസ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ 1000 ബാത്താണ് അതിന് വരുന്നത്. പക്ഷേ എനിക്കൊരു ഓഫർ കിട്ടി, അതായത് ഏപ്രിൽ 30 വരെ. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ശരിക്കും ഏപ്രിൽ ലാസ്റ്റൊക്കെ ആവും തോന്നുന്നില്ല, കാരണം ഷെഡ്യൂൾ ചെയ്തിട്ട് കുറച്ച് വീഡിയോകൾ വരാനുണ്ട്. അപ്പോൾ ഏപ്രിൽ 30 വരെ ഫ്രീ ആയിട്ട് അവർ വിസ കൊടുത്തു. എല്ലാവർക്കും ഫ്രീ വിസയാണ് തായ്ലാൻഡിലേക്ക് വരാൻ. ആ ഒരു എക്സെപ്ഷൻ ഉള്ളതുകൊണ്ട് എനിക്ക് ഫ്രീ വിസ കിട്ടി. നമ്മൾ വിസ എടുക്കാനതിന് മുമ്പ് വരുമ്പോൾ നമ്മൾ പാസ്പോർട്ടൊക്കെ അവർ വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് ഒരു വേറൊരു കൗണ്ടറിൽ കൊണ്ട് തരികയാണ് ചെയ്യാറ്. നമ്മളതിനുള്ള ഒരു 2 ഫോമുണ്ട്. ആ ഫോം അവിടെ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഹോട്ടൽ ബുക്കിങ്ങും അതേപോലെ ഫ്ലൈറ്റ് ടിക്കറ്റും റിട്ടേൺ ഫ്ലൈറ്റ് ടിക്കറ്റും നമ്മളവിടെ കാണിച്ചിരിക്കണം. അപ്പോൾ ഞാൻ ഇതേപോലെ എപ്പോഴും ഒരു ഫോൾഡറിൽ എല്ലാം എടുക്കാറുണ്ട്. ഈ ഫോൾഡറിൽ എല്ലാം ഉണ്ടാവും. അതായത് നമ്മുടെ ഹോട്ടലിൻ്റെ ടിക്കറ്റ്, ഹോട്ടൽ കൺഫർമേഷൻ, എല്ലാ ഹോട്ടലിൻ്റെയും കൺഫർമേഷനും ഓരോരോ കോപ്പികൾ വെച്ച് ഞാൻ എടുത്ത് വയ്ക്കും. പിന്നെ അതേപോലെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് വയ്ക്കും. കൂടാതെ നമ്മുടെ പാസ്പോർട്ടിൻ്റെ ഒരു കോപ്പി, എന്തെങ്കിലും ഒരു ആവശ്യം വന്നെങ്കിലോ എന്നുള്ള രീതിയിൽ ഒരു പാസ്പോർട്ടിൻ്റെ കോപ്പി, ഇങ്ങനത്തെയൊക്കെ എപ്പോഴും നിങ്ങളുടെ കയ്യിൽ വയ്ക്കാം. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു രാജ്യത്ത് പോകുമ്പോൾ നമുക്കിതൊക്കെ ആവശ്യം വരും. ചില സമയത്ത് അവർ ചോദിക്കാം. ആ സമയത്ത് നമുക്ക് ഫോട്ടോ കോപ്പി എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ ഒത്തിരി തിരക്കാം. ഡോക്യുമെൻറ്റ്സ് ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആ ക്യൂവിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇത്രയും ഡോക്യുമെൻറ്റ്സ് ഉണ്ടായിട്ട് ഇന്നലത്തെ തിരക്ക് മൂലം എനിക്ക് ഏകദേശം 1.5 മണിക്കൂർ മാത്രം വന്നു. ഇമിഗ്രേഷനും മാത്രമായിട്ട് 3 സ്ഥലങ്ങളായിട്ടാണ് പോകേണ്ടത്. അതായത് നമ്മൾ വന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ പാസ്പോർട്ട് ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാം. ആ സബ്മിറ്റ് ചെയ്ത പാസ്പോർട്ട് ഡോക്യുമെൻറ്റ് വിസ അടിച്ച് നമ്മൾ വേറൊരു കൗണ്ടറിൽ നമുക്ക് തരും. ആ കൗണ്ടറിൽ നമ്മൾ ആ പാസ്പോർട്ടും കളക്ട് ചെയ്ത് ത്രൂ ഇമിഗ്രേഷൻ വീണ്ടും നമ്മൾ ഇമിഗ്രേഷൻ ചെയ്ത് സീലടിച്ച് നമ്മൾ ഇറങ്ങി പോവുകയാണ് വേണ്ടത്. അതാണ് പ്രൊസീജിയർ. തിരക്കുണ്ടെങ്കിൽ ഇച്ചിരി പാടാണ്. അപ്പോൾ ഇന്നലെ വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ടൈം നമുക്ക് അവിടെ വേസ്റ്റായി. അങ്ങനെ വന്നു. അപ്പോൾ ഇനി രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് നമുക്ക് സ്ഥലങ്ങൾ കാണാൻ പോകാം. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് തായ്ലാൻഡിൻ്റെ കംപ്ലീറ്റ് ട്രിപ്പ് കഴിഞ്ഞിട്ട് മൊത്തം ഒരു തായ്ലാൻഡ് ട്രിപ്പ് ടിപ്സ് ഞാൻ പറഞ്ഞു തരാം. അത് ഇപ്പോഴും എനിക്കിപ്പോൾ വന്നത് വരെയുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ളൂ. ബാക്കിയുള്ള സ്ഥലങ്ങൾ കണ്ടിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിട്ടില്ല. അപ്പോൾ അതും കൂടി കണ്ടിട്ട് സോറി കേട്ടോ, ശബ്ദം ഇത്തിരി പോയിരിക്കുകയാണ്, ചെറിയൊരു ത്രോട്ട് പെയിൻ. അപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് എല്ലാത്തിനും കൂടി ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്കിനി സമയമില്ല കളയാൻ വേണ്ടിയിട്ട്. നേരെ ഇനി ഇവിടുന്ന് നേരെ ഓപ്പോസിറ്റ് ആണ് ഡൊമസ്റ്റിക് ടെർമിനൽ.
ആ ഡൊമസ്റ്റിക് ടെർമിനലിൽ നമുക്ക് ബസ് കിട്ടും. ആ ബസ് കിട്ടി നമുക്ക് ഫുക്കറ്റ് ടൗണിൽ പോകാം. എന്നിട്ട് അവിടെ നമുക്ക് ഇന്നത്തെ ഹോട്ടലൊന്ന് ചെക്ക് ഇൻ ചെയ്തിട്ട് നമുക്ക് ബാഗ് അവിടെ വെച്ചിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളൊന്ന് പെട്ടെന്ന് പോയി കണ്ടിട്ട് വരാം. അപ്പോൾ ഞാനൊന്ന് പോട്ടെ.